ചേർത്തിരുത്തി ഒരു മാതാവിനേക്കാൾ അപ്പുറമായി എന്നെ സ്നേഹിക്കുകയും എന്നെ കരുതുകയും ചെയ്തപ്പോൾ എന്തുകൊണ്ടത് മമ്മി ഇങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് ചിന്തിക്കുവാൻ തൊക്കണമിടയായി. ഇങ്ങനെ മരണത്തോട് മല്ലടിച്ച് എൻ്റെ കിടക്കയിൽ ഞാനിങ്ങനെ കിടക്കുന്ന ഒരു ശനിയാഴ്ച ദിവസം ഉച്ചാസമയം എൻ്റെ കിടക്കയിൽ ഞാൻ എഴുന്നേൽക്കണമെങ്കിൽ എൻ്റെ സഹോദരങ്ങളോ എൻ്റെ മാതാവോ പിതാവോ എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കണം. അതുപോലെ മരണത്തോട് മല്ലടിച്ചു. ആഹാരം കഴിക്കാൻ വയ്യ, അല്പം വെള്ളം മാത്രം ഇറക്കി ഇങ്ങനെ കിടക്കുന്നു. ഒരു ദിവസം രാത്രി എൻ്റെ പിതാവ് എൻ്റെ കാൽക്കൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ എന്തുകൊണ്ട് എൻ്റെ പൈതലിന് ഇങ്ങനെ സംഭവിച്ചു? എൻ്റെ കുറവാണോ, എൻ്റെ ജീവിതത്തിൻ്റെ കുറവാണോ? ഹല്ലേലൂയ, എൻ്റെ പൈതലിനോട് ക്ഷമിക്കണം, അല്ല എങ്കിൽ അവളെ കർത്താവ് എടുക്കണം, എനിക്കിത് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് എൻ്റെ പിതാവ് കരഞ്ഞ് എൻ്റെ പിതാവിൻ്റെ കണ്ണുനീർ എൻ്റെ കാലിൽ വീണ് ഞാൻ നനഞ്ഞപ്പോൾ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒരു പിതാവ് പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ മകളെ അങ്ങ് എടുത്തുകൊള്ളണമേ, എനിക്കിത് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് എൻ്റെ പിതാവ് പ്രാർത്ഥിക്കുന്ന അനുഭവം ഉണ്ടായി. ഇങ്ങനെ പോകുന്നതായ ദിവസങ്ങളിൽ ഒരു ശനിയാഴ്ച ദിവസം ഉച്ചാസമയം കിടക്കയിൽ ഇങ്ങനെ മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ ഈ ദൈവദാസനും കുടുംബവും വാടകയ്ക്ക് താമസിക്കുന്ന ഭവനത്തിൽ നിന്ന് ഒരു പ്രാർത്ഥനയുടെ ശബ്ദം എൻ്റെ ചെവിയിലേക്ക് കേൾക്കുവാൻ തുടങ്ങി. ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ ഹല്ലേലൂയ, എൻ്റെ ഭവനത്തിൻ്റെ അടുത്ത ഭവനമാണ്. ആ ഭവനത്തിൽ നീ പ്രാർത്ഥന കേൾക്കുമ്പോൾ ആരോ എന്നോട് ശക്തമായിട്ട് പറയുന്നു, മകളെ നീ എഴുന്നേറ്റ പ്രാർത്ഥനയിലേക്ക് പോ, മകളെ നീ എഴുന്നേറ്റ പ്രാർത്ഥനയിലേക്ക് പോകുന്നു. അപ്പോൾ ഞാൻ പുച്ഛത്തോടെ ചുറ്റും നോക്കി, എനിക്ക് എങ്ങനെ എഴുന്നേറ്റ് പോകാൻ? എൻ്റെ മമ്മി കണ്ടാൽ സമ്മതിക്കത്തില്ല, എന്നെ ആരെങ്കിലും അവിടെ കൊണ്ടുപോയെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ, ഒരാളുടെ സഹായമില്ലാതെ ഒരിക്കലും എനിക്ക് അവിടേക്ക് പോകാൻ കഴിയില്ല, ഞാൻ എങ്ങനെ പോകുമെന്ന് ഞാനിങ്ങനെ വളരെ ഭാരപ്പെട്ടുന്നാൽ വളരെ പുച്ഛത്തോടെ ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കിടക്കുമ്പോൾ പിന്നെയും ഈ ശബ്ദം എന്നെ കേൾപ്പിക്കുക, മകളെ നീ എഴുന്നേറ്റ് അവിടേക്ക് പോ, നിനക്കൊരു വിടുതലുണ്ട്, നിനക്കൊരു വിടുതലുണ്ട്, ഇങ്ങനെ ശബ്ദം എന്നെ ഇങ്ങനെ കേൾപ്പിക്കുക. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ഞാൻ വാസ്തവമായി ആഗ്രഹിച്ചു, കർത്താവേ എനിക്കൊന്ന് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, എന്നെ ആരെങ്കിലും അങ്ങോട്ടൊന്ന് കൊണ്ടുപോയിരുന്നെങ്കിൽ എന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ചപ്പോൾ ഒരു അദൃശ്യമായ കരം ഞാൻ അനുഭവിച്ചറിഞ്ഞു. എന്നെ താങ്ങി എഴുന്നേൽപ്പിച്ച് ആ കിടക്കയിൽ ഇരുത്തി. എന്നെ ഹല്ലേലൂയ, ഞാൻ ചുറ്റും നോക്കി ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഹല്ലേലൂയ, എന്നാൽ ഒരു കരം എന്നെ താങ്ങുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. ഞാൻ പതുക്കെ എൻ്റെ കിടക്കയിൽ എഴുന്നേറ്റിരുന്ന് ഒരു ഷീറ്റ് എടുത്ത് എൻ്റെ ശരീരത്തിൽ പുതച്ചിട്ട് പതുക്കെ ഞാൻ എഴുന്നേറ്റത് ഓർമ്മയുണ്ട്. എൻ്റെ തൊട്ടടുത്ത ഭവനത്തിൻ്റെ ആ വാതിക്കൽ ഞാൻ നടന്നു പോയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ആ ഭവനത്തിൻ്റെ വാതിക്കൽ വരെ ആരോ എന്നെ എടുത്തുകൊണ്ടുപോയി വെക്കുന്നത് പോലെ ഈ ദൈവദാസന്റെ ഭവനത്തിൻ്റെ വാതിക്കൽ ഞാൻ പോയി നിൽക്കുവാൻ കൊണ്ടുവിടിയായി. അവിടെ ചെന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു പെന്തക്കോസ്തിന്റെ പ്രാർത്ഥന കാണുന്നത്. ആ ഭവനത്തിലെ ദൈവദാസൻ മുഴങ്കാൽ മടക്കി നിലത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. വേറെ ഗസ്റ്റായിട്ടൊരു ദൈവദാസനുണ്ട്. ആ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്ന ദൈവദാസൻ കണ്ണ് ഹല്ലേലൂയ തുറന്നു നോക്കുമ്പോൾ വെളിയിലുള്ള പുതച്ച് നിൽക്കുന്നു. വേറെ ആരോ ആണെന്ന് വിചാരിച്ചു എങ്കിലും പെട്ടെന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, എന്തിനാണ് മകളെ നീ വെളിയിൽ നിൽക്കുന്നത്? നീ അകത്തേക്ക് കടന്നു വാ എന്ന് പറഞ്ഞു. എന്നെ വിളിച്ച് ഹല്ലേലൂയ, ആ ഭവനത്തിലെ ആന്റി വന്ന് എന്നെ വിളിച്ചുകൊണ്ടുപോയി ഒരു കസേരയിൽ ഇരുത്തി. എനിക്ക് ഇരിക്കുവാൻ വയ്യ, ശരീരം മുഴുവൻ വെള്ളം പഴുപ്പും ബ്ലഡും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഏത് സമയത്തും വേദനയാ, വേദനയില്ലാത്തൊരു നിമിഷം പോലും ഇല്ല ഈ ലോകത്തിൽ. ഹല്ലേലൂയ, വളരെ കഷ്ടതയിൽ കൂടെ കടന്നുപോയ 2 മാസക്കാലമായിരുന്നു. പഠിക്കുവാൻ കഴിയത്തില്ല, മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ജീവിതമെല്ലാം അവസാനിച്ചു എന്ന് കരുതിയതായ ഒരു ദിവസം ഹല്ലേലൂയ, അന്ന് ആ മുറിക്കകത്തിരിക്കുമ്പോൾ ഈ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്ന ദൈവദാസൻ എഴുന്നേറ്റ് വന്ന് എൻ്റെ തലയിൽ കരം വെച്ചിട്ട് ശക്തമായിട്ട് എന്നോട് ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞു. ഇത് ദൈവത്തിൻ്റെ ആലോചനയാണെന്നോ പ്രവാചകനാണെന്നോ ഇത് പറയുന്നത് ദൈവാത്മാവിലാണെന്നോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. ആ ദൈവദാസൻ ശക്തമായിട്ട് തലയിൽ കൈവച്ചിട്ട് ഞാൻ ജനിക്കുന്നതിന് മുൻപ് മുതൽ എൻ്റെ മാതാപിതാക്കളുടെ കുടുംബജീവിതത്തിലുണ്ടായ വിഷയങ്ങൾ, എൻ്റെ ഭവനത്തിലുണ്ടായ വിഷയങ്ങൾ, ഞങ്ങളുടെ ഭവനത്തിൽ ഇനി നടക്കുവാൻ പോകുന്ന വിഷയങ്ങൾ ഓരോന്നിങ്ങനെ പറയാൻ തുടങ്ങി. ഇത് കേട്ടപ്പോൾ ഞാൻ വളരെ ഭയന്നുപോയി. ഈ ദൈവദാസനെ കണ്ടിട്ടില്ല, എൻ്റെ ഭവനത്തിൽ നേരത്തെ വന്നിട്ടില്ല, എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല. അതിനുശേഷം ഇദ്ദേഹം എന്നോട് പറയുക, മകളെ, ലോകത്തിലെ ഡോക്ടർമാരെല്ലാം നീ കൈവിടപ്പെട്ടു, നീ മരിച്ചാൽ മതിയെന്ന് നിന്റെ മാതാപിതാക്കൾ വരെ ആഗ്രഹിച്ചിരിക്കുക. എന്നാൽ ഈ രോഗം മരണത്തിന് വേണ്ടിയല്ല, നിന്റെ മാതാവിനെ ദൈവം സന്ദർശിക്കുന്നതിനായിട്ടാ. നിന്റെ മാതാവിന്റെ മാനസാന്തരത്തിന് വേണ്ടി ഏറിയ 15 വർഷമായി നിന്റെ പിതാവ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ നിന്നെ തൊട്ടുവെങ്കിൽ മാത്രമേ നിന്റെ മാതാവിനൊരു മാനസാന്തരം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ദൈവം നിന്നെ തൊട്ടതാ എന്ന് പറയാൻ കൊണ്ടുവിടെയായി തീർന്നു. ആ ദേവദാസനോട് ചോദിച്ചു, മകളെ, നിനക്ക് ദൈവത്തിന് സന്നിധി സമർപ്പിക്കുവാൻ തയ്യാറാണോ? എനിക്കൊറ്റ ചിന്ത മാത്രമേ ഉള്ളായിരുന്നു, എനിക്ക് സൗഖ്യമാകണം, ഒരു ജീവിതം വേണം, പഠിക്കണം, എൻ്റെ ഭാവി, ഇതൊക്കെയായിരുന്നു എൻ്റെ ചിന്ത. ഞാൻ ആ ദേവദാസൻ പറഞ്ഞു തന്ന പ്രാർത്ഥനകൾ ഓരോന്നോരോന്നായിട്ട് ഏറ്റു പറയാനായിട്ട് തുടങ്ങി. ആ ദേവദാസൻ ശക്തമായി അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അല്പസമയം കഴിഞ്ഞ് ആ ഭവനത്തിലെ ദേവദാസനും ഈ ദേവദാസനും കൂടെ എൻ്റെ തലയിൽ കരം വെച്ച് ശക്തമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ ദേവദാസൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ ഒരു അദൃശ്യമായ ഒരു ശക്തി, എനിക്കറിയില്ല, എന്റെ ശരീരത്തിന് ഇഴഞ്ഞിഴഞ്ഞ് മാറുന്നത് പോലെ എനിക്ക് മനസ്സിലായി. ആ ദൈവമക്കളെ ഞാൻ പറയട്ടെ, ആ ദേവദാസൻ പ്രാർത്ഥിച്ച ആ നിമിഷത്തിൽ തന്നെ മരണത്തിന് വേണ്ടി മാറ്റിക്കിടത്തിയ എന്നെ എന്റെ കർത്താവ് പൂർണ്ണമായിട്ട് സൗഖ്യമാക്കുന്നതിനായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ശരീരത്തിൽ നിന്ന് വന്ന വെള്ളത്തിൻ്റെയൊക്കെ വലുവ് നിന്നു. പെട്ടെന്ന് ശരീരം വലിഞ്ഞു മുറുകുന്നത് പോലെ, തണുപ്പിനകത്തിരുന്നിട്ട് നമ്മുടെ ശരീരം വലിയുന്നത് പോലെ എൻ്റെ ശരീരം വലിഞ്ഞു മുറുകുന്നൊരു അനുഭവം ഉണ്ടായി. എന്നാൽ ആ സമയം തന്നെ കർത്താവിനെ സൗഖ്യമാക്കിയെന്ന് എനിക്ക് മനസ്സിലായി. തുടർന്ന് ഈ ദേവദാസൻ്റെ ഭവനത്തിലേക്ക് വന്ന് എൻ്റെ മാതാവിനോട് ശക്തമായി കർത്താവിൻ്റെ ആലോചന പറഞ്ഞപ്പോൾ എൻ്റെ മാതാവ് എതിർത്ത് സംസാരിച്ചു. ദൈവദാസന്മാരായ നിങ്ങളോട് സംസാരിക്കുന്ന ദൈവം എന്നോട് സംസാരിക്കണം, അല്ലാതെ ഒരു പാസ്റ്ററുടെ വാക്കിന് മുമ്പിൽ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ വാക്കിന് മുമ്പിൽ ഞാൻ സമർപ്പിക്കുവാൻ ഒരുക്കമല്ല എന്ന് പറഞ്ഞു. എൻ്റെ മാതാവ് ഒരു യാക്കോബ കുടുംബത്തിൽ അച്ഛൻ്റെ കൊച്ചുമകളായി ജനിച്ചു വളർത്തപ്പെട്ടത് കൊണ്ട് ഈ സത്യത്തിൻ്റെ ആത്മാവിൻ്റെ ആരാധന എന്തെന്ന് എൻ്റെ മമ്മിക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ ഈ ദേവദാസൻ എൻ്റെ ഭവനത്തിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് അധികം താമസിയാതെ വീണ്ടും ഈ ഭവനത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടാവുമെന്ന് പറഞ്ഞു. വളരെ പെട്ടെന്ന് ഞാൻ പറയട്ടെ, എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, വളരെ സമയം കുറവാണ്. എന്നാൽ എൻ്റെ ഭവനത്തിൽ എൻ്റെ സൗഖ്യം കണ്ടിട്ടും എൻ്റെ മാതാവിനൊരു മാനസാന്തരം ഉണ്ടായില്ല. ദൈവമക്കളെ, ഒരിക്കലും പഠിക്കുവാൻ പറ്റുമെന്നോ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റുമെന്നോ വിചാരിച്ചിരുന്ന 3 ദിവസം കൊണ്ട് എൻ്റെ ശരീരം മുഴുവൻ ഉണങ്ങി. ആദ്യത്തേതിലും ആരോഗ്യമുള്ള ശരീരം എൻ്റെ കർത്താവ് എനിക്ക് തന്നു. എനിക്ക് കോളേജിൽ പോകുവാൻ, എൻ്റെ കർത്താവിനെ ഉയർത്തുവാൻ, എൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ എൻ്റെ കർത്താവിനെ സാക്ഷിയായി നിൽക്കുവാൻ ദൈവത്തിന്റെ ജീവിതത്തിൽ ഭാഗ്യം ഒരുക്കി തന്നു. ഹല്ലേലൂയ. ഇങ്ങനെ എൻ്റെ ഭവനത്തിൻ്റെ അവസ്ഥകൾ മുമ്പോട്ട് കടന്നു പോകാനിടയായി. എൻ്റെ മാതാവിന് യാതൊരു മാനസാന്തരം വന്നില്ല. എന്നാൽ ഈ ദൈവദാസൻ പ്രാർത്ഥിച്ച് പറഞ്ഞതുപോലെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം എൻ്റെ ഭവനത്തിലുണ്ടായി. അതേ തുടർന്ന് ഞാൻ പറയുന്നില്ല, അതേ തുടർന്ന് എൻ്റെ മാതാവിനെ 21 ദിവസം രാത്രികാലം എൻ്റെ കർത്താവ് ഉറക്കിയില്ല. എന്നാൽ 21ാമത്തെ ദിവസം രാത്രിയിൽ എൻ്റെ കർത്താവ് തന്നെ എൻ്റെ മമ്മിയുടെ ഇരിക്കുന്നതായ മുറിക്കകത്ത് കടന്നു വന്നു. ഞങ്ങൾ ആരും അറിയുന്നില്ല എൻ്റെ മമ്മി ഓരോ ദിവസവും ഉറങ്ങുന്നില്ല എന്ന് ആരും അറിയുന്നില്ല. ഭ്രാന്തിയെ പോലെ രാത്രിയിൽ ഇങ്ങനെ നടക്കും. എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ മമ്മി എഴുന്നേറ്റ് എല്ലാവരും തൊട്ട് നോക്കുക. ദൈവം മമ്മിയെ കാണിക്കുന്നത് എല്ലാവരും മരിച്ചിങ്ങനെ പെട്ടികൾ ഇങ്ങനെ ഒന്നൊന്നായി ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന കാണിക്കുന്നത്. എൻ്റെ മമ്മിക്ക് ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ. എന്നാൽ 21ാമത്തെ ദിവസം രാത്രികാലം എൻ്റെ മാതാവിരുന്ന ആ മുറിക്കകത്ത് TV സ്ക്രീനിനകത്ത് ലൈറ്റ് തെളിഞ്ഞു വരുന്നത് പോലെ എൻ്റെ കർത്താവിൻ്റെ മുഖം തെളിഞ്ഞു വരുവാൻ തൊക്കടപടിയായി. എൻ്റെ മാതാവിനോട് കർത്താവ് തന്നെ സംസാരിച്ച് എൻ്റെ അസുഖത്തിൻ്റെ അവസ്ഥ, എൻ്റെ സഹോദരൻ്റെ ജീവിതത്തിലുണ്ടായ വിഷയങ്ങൾ, പിന്നെയും എൻ്റെ ഭവനത്തിൽ നടന്നായ വിഷയങ്ങളൊക്കെ TV സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ കർത്താവിൻ്റെ മാതാവിനെ കാണിച്ചു. എന്നാൽ അന്ന് രാത്രി ഹല്ലേലൂയ എൻ്റെ മാതാവും കർത്താവും തമ്മിൽ നന്നായി സംസാരിച്ചു. രാത്രി 2:30 മണിയായപ്പോൾ എൻ്റെ മാതാവിൻ്റെ അലറി കരച്ചിൽ കേട്ടാണ് ഞങ്ങൾ എല്ലാവരും ഉണർന്നത്. ഞാൻ കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നേ എന്ന് പറഞ്ഞ് എൻ്റെ മമ്മി അന്ന് രാത്രി കാലം കർത്താവിന് വേണ്ടി തന്നെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കുവാൻ തൊക്കെ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അന്ന് രാത്രി ഒന്നിച്ച് കരങ്ങൾ കോർത്തു പിടിച്ച് കർത്താവിന് വേണ്ടി ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് കർത്താവ് എന്തു പറയുന്നോ അതിന് പ്രകാരം ജീവിപ്പാൻ തൊക്കണം ഞങ്ങളെ തന്നെ സമർപ്പിച്ച് തുടർന്നുള്ള ദിവസങ്ങളിൽ അടുത്തുള്ള 20 പേരിലുള്ള ആ സഭയിലുള്ള ചില പ്രിയപ്പെട്ടവരൊക്കെ ഇവിടെ ഉണ്ട്. ആ സഭയിൽ ഞങ്ങളുടെ ഹല്ലേലൂയ ഉപവാസ പ്രാർത്ഥന നടക്കിയ 21 ദിവസത്തെ ആ ചർച്ചിലേക്ക് ഞങ്ങൾ കടന്നുപോയി. അവിടെ ഇരുന്ന് കർത്താവിനെ ആരാധിച്ച് ആ ഉപവാസ പ്രാർത്ഥനയോട് ചേർന്ന് എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും കുടുംബമായ കർത്താവിനെ ജലത്തിൽ സാക്ഷിപ്പാൻ കർത്താവ് ജീവിതത്തിൽ ഭാഗ്യമൊരുക്കി തന്നു. ഹല്ലേലൂയ. വലിയ പ്രതികൂലങ്ങൾ ഞങ്ങൾ ജീവിതത്തിലുണ്ടായിരുന്നു. പിതാവിൻ്റെ പ്രിയപ്പെട്ടവരാൽ വെറുക്കപ്പെട്ടു, മാതാവിൻ്റെ പ്രിയപ്പെട്ടവരാൽ വെറുക്കപ്പെട്ടു. എന്നാൽ അനേക ദൈവദാസന്മാർ, അനേക ദൈവദാസിമാർ അന്നിൻ്റെ ഭവനത്തിൽ നിന്ന് 1 മണിക്കൂർ പോലും മാറാതെ എപ്പോഴും പാവിരിച്ചിട്ടിരുന്ന് ആരാധിക്കുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ കണ്ടു. അതിനുശേഷം ഇപ്പോഴാണ് ആ അനുഭവം കാണുന്നത്. കർമ്മേൽ IPC ദേവദാസിൻ്റെ വീട്ടിൽ വന്ന് അവിടുത്തെ ആ ദൈവമക്കളുടെ സന്തോഷവും ആ പ്രാർത്ഥനയും രാത്രി 2 മണി 3 മണി വരെയുള്ള പ്രാർത്ഥനകളും ആ അനുഭവങ്ങളൊക്കെ കണ്ട് അതിനുശേഷം ഒരു സന്തോഷത്തിൻ്റെ അനുഭവം, ആ പാസ്നേജിന്റെ അനുഭവം ഇപ്പോഴാണ് കാണുന്നത്. എന്നാൽ അന്ന് എൻ്റെ ഭവനത്തിൽ നിന്ന് ദൈവദാസിമാർ പ്രാർത്ഥനയുടെ കൈത്താങ്ങൽ തന്ന് ഞങ്ങളെ അതിശയകരമായി ദൈവസേനയിൽ ഉറപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിത്തീർന്നു. ഇങ്ങനെ മുൻപോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഏകദേശം സ്നാനപ്പെട്ട് 2 ആഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. ഞാൻ ക്ലാസ് റൂമിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് അതിഭയങ്കരമായൊരു വയറുവേദന ഉണ്ടായി. ആ വയറുവേദനയെ തുടർന്ന് ക്ലാസ്സിൽ ഇരിക്കുവാൻ കഴിയാതെ ഞാൻ വളരെ ഭാരപ്പെട്ടു. എൻ്റെ ടീച്ചർമാർ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് എൻ്റെ പിതാവിനെ കൊണ്ടുവന്നപ്പോഴേക്കും അന്ന് സ്കാനിങ് അല്ല എക്സ്റേ എടുത്തിട്ട് ആ ഡോക്ടർ പറഞ്ഞു അപ്പൻഡിക്സ് പൊട്ടാറായിട്ട് പഴുത്ത് നിൽക്കുക, ഏത് സമയത്തും പൊട്ടും, അതുകൊണ്ട് ഇപ്പം തന്നെ ഞങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി വന്നു. ആ ഡോക്ടർ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. എൻ്റെ ഓപ്പറേഷനൊക്കെ വളരെ സക്സസ് ആയിട്ട് നടന്നു. എന്നാൽ അതിൻ്റെ 3ാമത്തെ ദിവസം പകൽക്കാലം എൻ്റെ മാതാവ് സഹോദരങ്ങൾ ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്ററൊക്കെ എൻ്റെ റൂമിലുണ്ടായിരുന്നു. അവരെല്ലാവരും ഭവനത്തിലേക്ക് പോയി. എൻ്റെ പിതാവ് മാത്രം എൻ്റെ അടുത്തിരുന്ന് ദൈവവചനം വായിക്കുകയും പാട്ടുകൾ പാടുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു സിസ്റ്റർ കടന്നു വന്ന് എനിക്കൊരു ഇഞ്ചക്ഷൻ എടുത്തു. ആ ഇഞ്ചക്ഷൻ എടുത്ത് ആ സിസ്റ്റർ സംസാരിച്ചിട്ട് പറഞ്ഞു 3-4 ദിവസിക്കാൻ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ സിസ്റ്ററും കടന്നുപോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവ് വീണ്ടും അവിടുന്ന് പാട്ടുകൾ പാടുകയും ദൈവവചനം വായിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കാല് ശക്തമായി തണുക്കുന്നു എനിക്ക് തോന്നി.
തോന്നി. എൻ്റെ പിതാവിനോട് ഞാൻ പറഞ്ഞു, എന്നാൽ എൻ്റെ പിതാവ് എൻ്റെ കാല് പിടിച്ച് നോക്കിയപ്പോൾ മരിച്ച ഒരു വ്യക്തിയുടെ കാല് എങ്ങനെയാണോ അതുപോലെ എൻ്റെ കാലായിരിക്കുന്നു. എന്നോട് പറഞ്ഞില്ല. എന്നെ ഒരു ഷീറ്റ് എടുത്ത് പുതപ്പിച്ചിട്ട് ഡോക്ടർമാരുടെ റൂമിലേക്ക് ഓടിപ്പോയി. ഹല്ലേലൂയ. ഒരു ഡോക്ടർ വന്നെന്നെ നോക്കിയിട്ട് എൻ്റെ പിതാവിനോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിക്കണം, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എൻ്റെ പിതാവ് ചോദിച്ചു, എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചിട്ട് ഇവരാരും ഒന്നും പറയുന്നില്ല. എന്നാൽ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഈ തണുപ്പിൻ്റെതായ ആ സ്പർശനം എൻ്റെ കാലിൽ കൂടെ എൻ്റെ ഓരോ അവയവങ്ങളെയും മരിപ്പിച്ചുകൊണ്ട് മേളിലോട്ട് കയറുകയാണ്. അതെൻ്റെ കാലുകളെ നിശ്ചലമാക്കി, എൻ്റെ ശരീരഭാഗങ്ങളെ നിശ്ചലമാക്കി, എൻ്റെ കരങ്ങളെ നിശ്ചലമാക്കി. ഈ സമയത്തൊക്കെ പേടിച്ച് ഞാൻ കരയുന്നുണ്ട്. എൻ്റെ പപ്പായെ വിളിച്ച് ഞാൻ കരയുക. എൻ്റെ പപ്പ എന്നെ തൂക്കുകയൊക്കെ ചെയ്യും. ഓടി ഡോക്ടർമാരുടെ റൂമിൽ പോകും. ആരിലും ഒരാൾ വന്ന് നോക്കും, എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാനല്ലേ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് പോകും. എന്നാൽ എൻ്റെ പിതാവ് ഒരു ഭ്രാന്തനെ പോലെ ഡോക്ടർമാരുടെ റൂമിൽ എൻ്റെ റൂമിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കരഞ്ഞുകൊണ്ട് എൻ്റെ പിതാവ് ഓടുക. എന്നാൽ ഹല്ലേലൂയ, അവസാനമായി അല്പസമയം കഴിഞ്ഞപ്പോൾ ആ തണുപ്പിൻ്റെ കരം എൻ്റെ തൊണ്ടക്കുഴി വരെ വരുന്നത് ഞാൻ അറിഞ്ഞു. ഹല്ലേലൂയ. പിന്നെ ആ റൂമിൽ നടന്ന ഒന്നും ഞാൻ അറിഞ്ഞില്ല. എൻ്റെ നാക്കെല്ലാം താണുപോയി, എൻ്റെ കണ്ണിൻ്റെ ദൃഷ്ടിയെല്ലാം മറഞ്ഞു. ആ റൂമിൽ നടന്ന കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. എന്നാൽ ഒരു കാര്യം മാത്രം ഞാൻ കണ്ടു. ഹല്ലേലൂയ. എൻ്റെ ശരീരത്തിൽ നിന്ന്, എൻ്റെ ആത്മാവിൽ നിന്ന് മാറ്റപ്പെട്ടോ ഞാൻ അറിഞ്ഞു. വെള്ളവസ്ത്രധാരിയായ ഒരു മാലാഖ ഇറങ്ങി വന്ന്, ഞാനും വെള്ളവസ്ത്രം ധരിച്ച്, ഇന്ന് നമ്മൾ കാണുന്ന വെള്ളയൊന്നുമല്ല, കണ്ണഞ്ചിപ്പിക്കുന്നതായ ഒരു ഹല്ലേലൂയ വസ്ത്രം ധരിച്ച് ഈ മാലാഖയുടെ കരം പിടിച്ച് മഞ്ഞുമലകൾ തെന്നി തെന്നി പോകുന്നത് പോലെ അനുഗ്രഹിക്കപ്പെട്ടതായ ഭംഗിയുള്ളതായ ഒരു സ്ഥലത്തുകൂടെ എന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്നു എനിക്ക് കാണാം. വേറൊന്നും എനിക്ക് അറിയത്തില്ല. വളരെ സന്തോഷമാ. ഹൃദയം പൊട്ടിപ്പോകുന്ന ഈ അനുഭവത്തിൽ എന്നെ ഇങ്ങനെ കൊണ്ടുപോകുക. ഈ സമയത്ത് റൂമിൽ നടന്ന കാര്യങ്ങൾ പിന്നീട് എൻ്റെ പിതാവ് പറഞ്ഞു. ഞാൻ പറയട്ടെ, എൻ്റെ പപ്പ തന്നെ എൻ്റെ കണ്ണടച്ചു, എൻ്റെ വാ കൂട്ടിക്കെട്ടി വെച്ചു, ഒരു ഷീറ്റ് എടുത്ത് എന്നെ പുതപ്പിച്ചു. മരിച്ചു എന്നൊരു സിസ്റ്റർ വന്ന് വിധി എഴുതി പറഞ്ഞു. എന്നാൽ ഹല്ലേലൂയ, ഒരു ഭ്രാന്തനെ പോലെ എൻ്റെ പപ്പ എൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് എന്നെ കരയി വന്ന് കൊണ്ടുവിടയായി. ഇത് കണ്ടുകൊണ്ട് വളരെ ആൾക്കാരുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഈ സമയത്ത് എൻ്റെ സഭയിലെ പാസ്റ്ററും ഒരു ദൈവദാസനും കൂടെ കടന്നു വന്നു. എൻ്റെ പപ്പയുടെ കരച്ചിൽ കേട്ടുകൊണ്ട് ഓടി വന്നത്. അന്നപ്പോൾ എൻ്റെ പപ്പ ഹല്ലേലൂയ വളരെ ഭാരത്തോടെ നിൽക്കുക. ഈ ദൈവദാസനെ കണ്ടപ്പോൾ എൻ്റെ പപ്പ വളരെ ഭാരപ്പെട്ട് കരഞ്ഞു. ഈ ദൈവദാസൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി നിൽക്കുക. എന്നാൽ നിമിഷത്തിനുള്ളിൽ തന്നെ ഞാൻ മരിച്ചു എന്നുള്ള വാർത്ത ഞങ്ങളുടെ ദേശത്തെല്ലാം പടരുവന്ന് കൊണ്ടുവിടയായി. എൻ്റെ പിതാവിൻ്റെ സഹോദരങ്ങൾ, ഞങ്ങൾ സ്നാനപ്പെട്ട് 2 ആഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. ഒരു വിഷയത്തിന് വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. ഇവരെല്ലാവരും കടന്നു വന്ന് ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റി മുതൽ അടിച്ച് തകർത്ത് അവരുടെ കയ്യിൽ കിട്ടിയവരെയെല്ലാം അടിച്ച് ഇങ്ങനെ എൻ്റെ റൂമിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവദാസൻ നിൽക്കുക. എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ആദ്യമേ ദൈവദാസനെ കയറി പിടിച്ചു. നീയൊക്കെ എൻ്റെ ഹല്ലേലൂയ കൊച്ചിനെ പെന്തക്കോസ്തിൽ കൊണ്ടുപോയി കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പിതാവിൻ്റെ ഹല്ലേലൂയ ആ പാസ്റ്ററിനെ അടിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ പപ്പ പറഞ്ഞു, ദൈവദാസനെ കൈവെക്കരുത്, നമ്മുടെ കുടുംബത്തിന് ശാപം വരുന്ന ഒന്നും ചെയ്യരുത്, എൻ്റെ മോള് മരിച്ചെങ്കിൽ അത് ദൈവത്തിൻ്റെ ഹിതമാ എന്ന് പറഞ്ഞ എൻ്റെ പപ്പ ഹല്ലേലൂയ ആ ദൈവദാസനെ സഹായിക്കാൻ നോക്കണമിടയായി. ഇത് പറഞ്ഞപ്പോൾ എൻ്റെ പപ്പായുടെ സഹോദരൻ പറഞ്ഞു, നീ മർത്തോമയിലേക്ക് തിരികെ വരണം, ഇല്ലെങ്കിൽ നിന്റെ മക്കൾ ഓരോരുത്തരും മരിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന്. ഇത് പറഞ്ഞപ്പോൾ എൻ്റെ പപ്പ പറഞ്ഞു, ഇല്ല, ഏറെ വർഷങ്ങൾ ഞാൻ ആഗ്രഹിച്ചൊരു വിഷയമാ സത്യത്തിലും ആത്മാവിനെ കർത്താവിനെ ആരാധിക്കണമെന്ന്. ഹല്ലേലൂയ. എൻ്റെ മകൾ മരിച്ചാൽ അവൾ എവിടെ എത്തിയെന്ന് എനിക്കറിയാം. ഒരു സമയത്ത് ഒരു ഹല്ലേലൂയ എൻ്റെ കർത്താവ് എന്നെ അവിടെ ചേർക്കുമ്പോൾ എൻ്റെ പൈതലിനെ ഞാൻ അവിടെ ചെന്ന് കണ്ടുകൊള്ളാം എന്ന് പറയുവാൻ തൊക്കൊണ്ടിടയായി. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഡോക്ടർ വന്ന് പിന്നെയും പറഞ്ഞു, നിങ്ങൾ പെട്ടി വാങ്ങിച്ചുകൊണ്ട് വന്ന് ഈ ബോഡി ഇവിടെ നിന്ന് മാറ്റണമെന്ന്. അങ്ങനെ എൻ്റെ പിതാവിൻ്റെ ഹല്ലേലൂയ എന്നെ അവിടുന്ന് മാറ്റുവാനുള്ളതായ ക്രമീകരണങ്ങൾ ചെയ്ത് ഈ ദൈവദാസൻ്റെ കൂടെ വന്ന സഹോദരൻ ഒരു ഷീറ്റ് വലിച്ച് കീറിയിട്ട് എനിക്ക് പെട്ടി വാങ്ങിക്കുവാൻ അളവെടുത്തുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളുടെ ചർച്ചിലെ ദൈവദാസമാർ, ദൈവമക്കൾ എല്ലാവരും ആ റൂമിൽ കൂടി വലിയ ആൾക്കൂട്ടമുണ്ടായി. വലിയ പ്രശ്ന സങ്കീർണമായ ഒരു അവസ്ഥയായി തീർന്നു അവിടെ. ഹല്ലേലൂയ. എന്നാൽ ആ ദൈവദാസൻ പറഞ്ഞു, പെട്ടി വാങ്ങിക്കാൻ വരട്ടെ, നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചിട്ട് പോയി പെട്ടി വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ആ ദൈവദാസൻ ശക്തമായി അവിടുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവദാസന്മാരും ദൈവമക്കളും എല്ലാവരും മുഴങ്കാൽ മടക്കി ആ ഹോസ്പിറ്റൽ റൂമിനകത്ത് ഇരിക്കുവാൻ തൊക്കൊണ്ടിടയായി. അങ്ങനെ ആ ദൈവദാസൻ ആത്മാവിനെ നിറവിൽ പ്രാർത്ഥിച്ചു. അവസാനം ആ ദൈവദാസനെ ദൈവം പരിശുദ്ധാത്മാവിനാൽ വലിയ ശക്തിയോടെ നിറച്ച് ആ ദൈവദാസൻ എൻ്റെ പിതാവ് കൂട്ടിക്കെട്ടി വെച്ചതായ ഈ വാഹന കെട്ടെല്ലാം മാറ്റിയിട്ട് എൻ്റെ വാ പിടിച്ച് ഹല്ലേലൂയ മാറ്റിയിട്ട് താണു കിടന്ന എൻ്റെ നാക്ക് വലിച്ച് പുറത്തേക്കെടുത്ത് ഈ നാക്കെ പിടിച്ചുകൊണ്ട് ദൈവദാസൻ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ.
Praise the Lord. ഈ ദേവദാസൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ നിന്റെ മകളുടെ ആത്മാവിനെ ഞങ്ങൾക്ക് ഇന്ന് പകല് മടക്കി തരണം. ഈ ദേശത്ത് ദൈവനാമം ദുഷിക്കപ്പെടുവാൻ ഇടയാകല്, ദൈവദാസനായ ഞാൻ ദുഷിക്കപ്പെടുവാൻ ഇടയാകല്. കർത്താവേ നിന്റെ മകളുടെ ആത്മാവിനെ മടക്കി തരണമേ എന്ന് പറഞ്ഞ ദേവദാസൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, വേറൊരു മണ്ഡലത്തിൽ എന്നെ കൊണ്ട് ഒരു മാലാഖ പോകുന്ന അവസ്ഥ ഞാൻ ഇങ്ങനെ കാണുകയാ. ഇങ്ങനെ സന്തോഷം നിറഞ്ഞതായ ഒരു അന്തരീക്ഷത്തിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ആണിപ്പഴുതായ ഒരു കരം എൻ്റെ യാത്രയ്ക്ക് തടസ്സമായി വന്ന് നിന്നു. ആ കരത്തിൽ നിന്ന് ബ്ലഡ് വാർന്നൊലിക്കുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതെൻ്റെ കർത്താവിൻ്റെ കരമാ. ആ സന്തോഷത്തെ വർണ്ണിക്കുവാൻ ഒരിക്കലും കഴിയത്തില്ല. ഹല്ലേലൂയ. എൻ്റെ കർത്താവിനെ കാണാൻ പോവുകയാണല്ലോ. ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ 5 നിമിഷം മാത്രമേ ആ കരം കണ്ടുള്ളൂ. എന്നാൽ ആ കരത്തിന്റെ പിറകിൽ നിന്ന് ഇടി വെട്ടുന്നത് പോലൊരു ശബ്ദം, മകളെ നീ മടങ്ങിപ്പോകൊള്ളുക. ഹല്ലേലൂയ. Praise the Lord. ഈ ശബ്ദം കേൾക്കുകയും എൻ്റെ കയ്യിൽ പിടിച്ചതായ ഈ മാലാഖയുടെ പിടിവിട്ട് ഞാൻ എൻ്റെ ശരീരത്തിൽ വന്നു. എൻ്റെ ശരീരത്തിൽ ഞാൻ ഉണരുമ്പോൾ എൻ്റെ നാക്കേൽ ആരോ പിടിച്ചിരിക്കുന്നു. ശക്തമായ വേദന അനുഭവപ്പെടുന്നു. എന്നാൽ പാസ്റ്ററുടെ കൈയാണെന്ന് മനസ്സിലായില്ല. ആ കൈ ഞാൻ തട്ടി മാറ്റി. അന്ന് പകൽക്കാലം പുതിയൊരു ശക്തിയോടെ ഞാൻ ചാടി എഴുന്നേറ്റ് അന്യഭാഷയോടെ കൃപകളോടെ കൃപാവരത്തോടെ എൻ്റെ കർത്താവിനെ ആരാധിപ്പാൻ അന്ന് പകൽക്കാലം എൻ്റെ കർത്താവിൻ്റെ ജീവിതത്തിൽ ഭാഗ്യം ഒരുക്കി തന്നു. Praise the Lord. ഞാൻ ആദ്യമേ ചോദിച്ചു, എന്നെ ആരാ തിരിച്ചു വിളിച്ചത്? എൻ്റെ കർത്താവിനെ ഞാൻ കാണാൻ പോവുകയായിരുന്നു, എന്നെ എന്തിനാ തിരിച്ചു വിളിച്ചെന്ന് ചോദിച്ചപ്പോൾ ദേവദാസൻ പറഞ്ഞു, ഇനി മടങ്ങി വന്നെങ്കിലേ ഒക്കത്തുള്ളൂ. ഇത് മൊത്തം കണ്ടോ, ആൾക്കാരെ നിൽക്കുന്നത് കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വളരെ സംഘർഷമായ ഒരു അവസ്ഥ ഞാൻ കണ്ടു. എന്നാൽ 3/4 മണിക്കൂറോളം എൻ്റെ ശരീരത്തിൽ ജീവനില്ലായിരുന്നു എന്ന് ഡോക്ടർമാർ തന്നെ വിധി എഴുതാ. ഡോക്ടർമാർ എന്നോട് വന്ന് ചോദിച്ചു, നീ ഇതുവരെ എവിടെയായിരുന്നു എന്ന് ഞാൻ കണ്ടതായ കാര്യങ്ങൾ പറഞ്ഞു. ഇത് കണ്ടുകൊണ്ട് നിന്നായ 2 ഡോക്ടർമാർ, നഴ്സുമാർ രക്ഷയുടെ അനുഭവത്തിൽ വരുവാൻ കർത്താവ് ഭാഗ്യം ഒരുക്കി. ഹല്ലേലൂയ. എൻ്റെ പിതാവിൻ്റെ സഹോദരങ്ങൾ രക്ഷയുടെ അനുഭവത്തിൽ വരുവാൻ കർത്താവ് ഇടയാക്കി. ഹല്ലേലൂയ. അന്ന് മുതൽ എൻ്റെ കർത്താവിൻ്റെ വേല ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചു. ഞാൻ പറയട്ടെ എന്താണ് സംഭവിച്ചെന്ന്. എൻ്റെ റൂമിൻ്റെ അടുത്ത റൂമിൽ 90 വയസ്സുള്ള ഒരു അപ്പച്ചൻ കിടന്നിരുന്നു. ആ അപ്പച്ചന് കൊടുക്കേണ്ട ഇഞ്ചക്ഷനാണ് ഈ സിസ്റ്റർ എനിക്ക് എടുത്തിട്ട് പോയത്. ആരും അറിഞ്ഞില്ല. ജോലി തിരക്കിനിടയിൽ ഈ ഇഞ്ചക്ഷൻ എടുത്തിട്ട് കടന്നുപോയി. അതിൻ്റെ പ്രശ്നങ്ങൾ ഞാൻ ഇത്രയൊക്കെ അനുഭവിച്ചു. എന്നാൽ അതിനകത്തും കർത്താവിനൊരു ഉദ്ദേശമുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നു. അന്ന് മുതൽ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ശക്തമായി ആഗ്രഹിച്ചു. പഠനത്തിന് ശേഷം ഈ പ്രിയപ്പെട്ടവനുമായുള്ള വിവാഹ ജീവിതം കർത്താവ് ഒരുക്കി തന്നു. അന്ന് മുതൽ ഇന്ന് വരെയും കർത്താവ് ഞങ്ങളെ ആക്കുന്ന മണ്ഡലങ്ങളിൽ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് സഹായിക്കുന്നു. പലരും എന്നോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ ആരാധിക്കുന്നേ, എന്തിനാ ഇങ്ങനെ തൊണ്ട കളഞ്ഞ് പാടുന്നെന്ന്. പക്ഷെ എങ്ങനെ എനിക്ക് ആരാധിക്കാതിരിക്കാൻ പറ്റും? എന്നെ ഉയർപ്പിച്ചവനായ കർത്താവിന്, എന്നെ വീണ്ടെടുത്തവനായ കർത്താവിന്, മരണത്തിൽ നിന്ന് മാറ്റിവെച്ചവനായ കർത്താവിന്. ഹല്ലേലൂയ. എത്രത്തോളം സ്തുതിച്ചാലും എത്ര ശബ്ദമുയർത്തി പാടിയാലും എനിക്ക് മതിയാകത്തില്ല. ദൈവം ഞങ്ങൾക്ക് കുടുംബജീവിതത്തിനായി സ്തോത്രം. 2 കുഞ്ഞുങ്ങളെ ദൈവം തന്നു. അവരും കർത്താവിന് വേണ്ടി പാടുവാനുള്ള കൃപ ദൈവം കൊടുത്തിരിക്കുന്നു. കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ കർത്താവ് സഹായിക്കുന്നു. ദൈവമക്കളെ, ഞാനത് പറഞ്ഞൊരു കഥ പോലെ കേട്ടിട്ട് നിങ്ങളാരും പോകരുത്. എൻ്റെ ജീവിതത്തിലെ അനുഭവം പറഞ്ഞാൽ ഇന്ന് മുഴുവൻ സമയം ഇവിടെ നിന്ന് പറഞ്ഞാലും തീരത്തില്ല. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ജീവിതത്തിൻ്റെതായ അനുഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി തലമുറകൾ നഷ്ടപ്പെട്ടു പോയി. എന്നാൽ അപ്പോഴൊക്കെയും പ്രാർത്ഥനയുടെ കരങ്ങളാൽ ദൈവം ഞങ്ങളെ, ഹല്ലേലൂയ, അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയാൽ ദൈവം ഞങ്ങളെ വിടുവിപ്പാൻ കൊണ്ട് ഇടയായിത്തീർന്നു. ഒന്നും പറയുന്നില്ല. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏത് വിഷയത്തിന് മുമ്പിലാണ് നിങ്ങൾ ഭാരപ്പെടുന്നതെങ്കിൽ എന്നെ വിടുവിച്ചനായ കർത്താവ് നിങ്ങളെ വിടുവിപ്പാൻ ഈ രാത്രികാലം ഈ ആലയത്തിനകത്തുണ്ട്. ഹല്ലേലൂയ. ഈ മരുഭൂമിയിൽ കടന്നു വന്ന് അനേക വിഷമസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവരെ കണ്ടു. നീ ഏത് ജാതിയാണെന്നോ, ഏത് മതക്കാരനാണെന്നോ, ഏത് ഭാഷക്കാരനാണെന്നോ, ഒന്നും എൻ്റെ കർത്താവിന് വിഷയമല്ല. എൻ്റെ കർത്താവ്, ഹല്ലേലൂയ, എൻ്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പണ ജീവിതത്തിന് വേണ്ടി നീ ഒരുക്കപ്പെടുന്നുവെങ്കിൽ കർത്താവ് നിന്നെ അനുഗ്രഹിപ്പാൻ ശക്തനായ ദൈവമാ. ഇവിടേക്ക് കടന്നു വരുന്ന സമയങ്ങളിൽ കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിച്ചു, കർത്താവേ, ചില ജീവിതങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നേടണം. എന്നെ വിടുവിച്ചവനായ കർത്താവിനെ ഉയർത്തുമ്പോൾ ചില ജീവിതങ്ങൾ വിടുതൽ പ്രാപിക്കണം. അതിനുവേണ്ടി കർത്താവ് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിച്ച ഓരോ സ്ഥലങ്ങളും കടന്നു പോകുന്നത് ദൈവം അപ്രകാരം ചെയ്തെടുക്കുന്ന അവിടുത്തെ കൃപയ്ക്കായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ രാത്രികാലം, ഹല്ലേലൂയ, നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സമയം കടന്നുപോയി. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തട്ടെ. ഇപ്രകാരം ഒരു അവസരം ഒരുക്കി തന്ന ദൈവദാസന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിരിക്കുന്നു. ദൈവനാമത്തെ കൈകൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ മനോഹരമായ നല്ല രാത്രിയിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ താഴ്മയോട് നിന്റെ സന്നിധിയിൽ കടന്നു വന്ന് നിന്റെ അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് കേൾക്കുവാൻ
ഞങ്ങൾക്കൊന്നിച്ച് ഹൃദയം തുറന്ന് സ്തോത്രം ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുന്ന ദൈവകൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ചൂടേറിയ മരുഭൂമിയിൽ മാതാപിതാക്കളോ ചർച്ചക്കാരോ ബന്ധുമിത്രാദികളോ അടുത്തില്ലാതിരിക്കുമ്പോൾ ഞങ്ങളെ മാർവോടടിപ്പിച്ച് അവിടുത്തെ കരം കൊണ്ട് ഞങ്ങളെ തലോടി നിന്റെ മഹത്വം ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തുന്നതിനാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. കർത്താവേ, ലോകം തള്ളുമ്പോൾ ഞങ്ങളെ ചേർത്ത് കൊള്ളുന്ന ഒരു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് ഇന്ന് പകൽക്കാലം ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടെ നിന്റെ സന്നിധിയിൽ താഴ്മയോടടുത്ത് വരുവാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ ഈ ദിവസങ്ങളിൽ അതിശക്തമായി ഈ ദേശത്തോട്, ദേശത്തെ ദൈവജനത്തോട്, അപ്പോൾ തന്നെ ഈ ദേശത്തെ സകല ജനത്തോടും അമേൻ വിവിധ ജാതികളിലായ അമേൻ പല പ്രിയപ്പെട്ടവരും നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അവരോടൊക്കെയും മാറ്റമില്ലാത്ത സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഐശ്വര്യമായി അതിശക്തമായി പറയുവാൻ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ തോമസ് ഫിലിപ്പിനെ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിച്ചല്ലോ. അതിനായി ദൈവത്തിന് നന്ദി പറയുകയും അപ്പോൾ തന്നെ ദൈവദാസനോട് ഞങ്ങളുടെ ഈ ചെറിയ കൂട്ടായ്മയുടെ പേരിലും അമീൻ കാർമൽ ഐപ്പീസിൻ്റെ പേരിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ദൈവനാമത്തിൽ ഞങ്ങളുടെ നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. അടുത്തതായി നമ്മുടെ മധ്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി അതുപോലെ തന്നെ പ്രിയ സഹോദരിയുടെ സാക്ഷ്യം വളരെ അത്ഭുതത്തിൻ്റെ വിടുതലിൻ്റെ സാക്ഷ്യം കേൾക്കുവാനും നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാനും ഇടയായിത്തീർന്നുവല്ലോ. ആ പ്രിയ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കഴിഞ്ഞ നാളുകളിൽ ആമേൻ ഹല്ലേലൂയ ലോകം അറിയപ്പെടുന്ന കർത്താവിൽ പ്രസിദ്ധരായ ആ പ്രിയ കുടുംബത്തെ ഓർത്ത് സ്തുതിക്കുകയും നമ്മുടെ ഈ ദിവസങ്ങളിലൊക്കെയും അവർ പാടിയപ്പോൾ ആത്മാവ് വ്യാപരിക്കുന്ന നമുക്ക് അനുഭവിച്ചറിയുവാനിടയായിത്തീർന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അവരോടുള്ള സഭയുടെ ഹൃദയമായ നന്ദി അറിയിച്ചു കൊള്ളുകയും ചെയ്യുന്നു. സഭാവ്യത്യാസമില്ലാതെ ഒരു കർത്താവിൻ്റെ വരവ് ഏറ്റവുമടുത്തുന്ന ലോക സംഭവങ്ങളൊക്കെയും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ വളരെ നിഷ്കളങ്ക ഹൃദയത്തോടെ നിർമ്മല ഹൃദയത്തോടെ നമുക്കൊരുമിച്ച് ആമേൻ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്താം. ഇന്ന് രാത്രികാലം ഒരിക്കൽ കൂടി ഇവിടെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിന്നെ തകർത്തുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർത്തുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന. ഓ നിന്നെ തകർത്തുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. ഒരിക്കൽ കൂടെ നിന്നെ തകർത്തുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. കഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനും നിന്റെ ദൈവം നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം നീ എന്നും എന്റേതാണേ. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. ഓ നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. നിന്റെ പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം നീ എന്നും എന്റേതാണേ. നിന്നെ തകർത്തുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല
പൊന്നാക്കുവാൻ അല്ലയോ ഈശോനാ. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അവൻ അല്ലല്ല ഈ വേദന. നിന്നെ പാടുമെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈശോനാ. അവൻ നഷ്ടങ്ങളിലും അവൻ പദവികളിൽ കണ്ണുനീരിലും തലമുറകളിൽ ഞാനെന്നും നിന്റെ ദൈവം. നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം. നീ എന്നും എന്റേതാണേ. നിന്റെ വിശ്വാസമോ പണം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. നിന്റെ വിശ്വാസമോ പണം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. സന്തോഷമായി നിന്റെ വിശ്വാസമോ പണം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, സന്തോഷമായി മാറും. നഷ്ടങ്ങളിലും പതറിടലേ കണ്ണുനീരിലും തളർന്നിടലേ ഞാനെന്നും നിന്റെ ദൈവം. നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം. നീ എന്നും എന്റേതാണേ. നഷ്ടങ്ങളിലും അവൻ പതറിടലേ കണ്ണുനീരിലും തളർന്നിടലേ ഞാനെന്നും നിന്റെ ദൈവം. നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം. നീ എന്നും എന്റേതാണേ. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അവൻ അല്ലല്ല ഈ വേദന. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അവൻ അല്ലല്ല ഈ വേദന. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അവൻ അല്ലല്ല ഈ വേദന. നിന്നെ പാടുമെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈശോനാ. അവൻ ഭക്തരിലും പതറിടലേ കണ്ണുനീരിലും ഞാനെന്നും നിന്റെ ദൈവം. നീ എന്നും എന്റേതാണേ. 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 ഞാനെന്നും നിന്റെ ദൈവം. നീ എന്നും എന്റേതാണേ.
അൻപോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, മനോഹരമായ രാത്രി നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ക്രമീകരിച്ചതായി ഈ കൺവെൻഷൻ്റെ മൂന്നാമത്തെ രാത്രിയിലും അങ്ങയുടെ സാന്നിധ്യം കൂടി ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിക്കാലം ഞങ്ങളുടെ മധ്യത്തിലേക്ക് അവിടെ നിന്ന് ഇറങ്ങി വന്നതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അവിടെ ജനത്തെ കർത്താവെ അവിടെ തൃക്കൺ പാർത്തതിനായി സ്തുതിക്കുന്നു. ഇന്ന് രാത്രിക്കാലം കൂട്ടിക്കൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ദേശത്തെ കർത്താവെ ഇങ്ങനൊരു മുഖാന്തരം ഒരുക്കിയതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ മുസഫറിന്റെ പ്രദേശത്തെ കർത്താവെ ഹാലിൽ ഞങ്ങളുടെ വിടുതൽ ശുശ്രൂഷകൾ അവിടുന്ന് ആരംഭിച്ചിരിക്കുക. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, അന്ധകാരത്തിൽ കിടന്ന ജനം വലിയൊരു വെളിച്ചം കൊണ്ടെന്ന് എഴുതിയിരിക്കുന്ന പോലെ ഒരിക്കലും വെളിച്ചം കാണുവാൻ സാധ്യതയില്ലായിരുന്ന ഈ ദേശത്ത് കർത്താവിന്റെ നാമം മഹത്വപ്പെടുവാൻ തക്കണം ഇങ്ങനെ വലിയൊരു പ്രവർത്തിക്ക് കർത്താവിന്റെ കുഞ്ഞുങ്ങളെ ഉപയോഗിച്ചതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ കൺവെൻഷനെ കർത്താവ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും യേശു നമ്മുടെ നടുവിലുള്ളത് കൊണ്ട് നമ്മുടെ അത്തരം തുറന്ന് പറയുന്ന സ്തോത്രത്തിന് അർത്ഥമുണ്ട്. വെറുതെ ഒരു സ്തോത്രമല്ല നാം ഇവിടെ പറയുന്നത്. ഇന്ന് രാത്രിയിൽ അതിന് യോഗ്യൻ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഓ ഹല്ലേലൂയ. ഒരു യോഗത്തിന് കടന്നു ചെല്ലുമ്പോൾ ഏറ്റവും വലിയ സങ്കടം മനസ്സിൽ വരുന്നത് ഒരു വലിയ ടെൻഷനോടായിരിക്കും. ഒരു യോഗത്തിൽ സാധാരണ ഒരു സീരീസ് യോഗങ്ങൾ കടന്നു ചെല്ലുവാനായി പ്ലെയിൻ കയറുമ്പോൾ മനസ്സിലുണ്ടാകുന്നത്, കർത്താവെ 3 ദിവസം ഒരാൾ തന്നെ പ്രസംഗിക്കാനുള്ളത്. കേരളത്തിൽ 3 ദിവസം 6 പേരാ പ്രസംഗിക്കുന്നത്. ഒറ്റയാൾ തന്നെ ഫോക്കസ് ചെയ്ത് പ്രസംഗിക്കാൻ വരുമ്പോൾ ഭയങ്കര ടെൻഷനാണ് മനസ്സിലുള്ളത്. തിരിച്ച് അവിടുന്ന് ട്രിവാൻഡ്രത്തു നിന്ന് പ്ലെയിനെ കയറുമ്പോൾ ഏറ്റവും വലിയ സ്വപ്നം തിരിച്ച് ലാൻഡ് ചെയ്യുന്ന ദിവസമാണ്. പക്ഷേ ഈ മൂന്നാമത്തെ രാത്രിയിൽ ഇന്നിവിടെ വന്നപ്പോൾ ഹല്ലേലൂയ, യോഗം തീരുന്നില്ലെന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കൺവെൻഷൻ തീരുന്നില്ല. നാളെ രാത്രിയിലും അത് തുടരാൻ പോവുകയാണ്. അങ്ങനല്ലേ പാസ്റ്ററെ? നാളെ രാത്രിയിൽ നമ്മൾ കൺവെൻഷൻ തുടരുകയല്ലേ? ആമേൻ. സഭയുടെ പാസ്റ്ററുടെ ഒരു പ്രത്യേക ആഗ്രഹമായിരുന്നു, സഭായോഗമാണ് നാളെ നടക്കുന്നെങ്കിലും പക്ഷേ നമ്മുടെ യോഗം നാളെയും തുടരുക. അതുകൊണ്ട് ആ ഹോളിൽ ഇരിക്കാവുന്നിടത്തോളം ആളുകൾ വന്നാൽ അതിനകത്ത് പുറത്ത് കർത്താവ് വഴികളെ തുറക്കും. നാളെ രാത്രിയിൽ നാം ഒരുമിച്ച് ഈ ശുശ്രൂഷ തുടരുകയാണ്. അടുത്ത ദിവസം രാവിലെ ഈ ശുശ്രൂഷ തുടരുകയാണ്. ഒരു പക്ഷേ പരിശുദ്ധാത്മാവൻ ഏത് ലെവലിൽ നിങ്ങളോട് ഇടപെടാൻ കഴിയുന്ന ആ സമയം ഏതായിരിക്കുമോ ആ മോമെന്റ് വരെ നിങ്ങൾ ചലിക്കുവാൻ തയ്യാറായാൽ അവിടെ പ്രാപിച്ച് മടങ്ങിപ്പോകുകയുള്ളൂ. എപ്പോൾ കടവിൽ വെച്ച് ആദ്യമേ വേണമെങ്കിൽ യാക്കോബിനെ അനുഗ്രഹിച്ച് ദൈവത്തിന് മടക്കി അയക്കാമായിരുന്നു. എന്നാൽ ഒരു പ്രത്യേക പോയിന്റ് ഓഫ് ബ്ലെസ്സിങ് ദൈവത്തിനുണ്ട്. അനുഗ്രഹിക്കുന്ന ഒരു പ്രത്യേക സമയം ദൈവത്തിനുണ്ട്. അവിടെ ചെല്ലുമ്പോഴാണ് ലഭിക്കുന്നത്. ഒരു പക്ഷേ ഇന്ന് രാത്രിയിൽ പ്രാപിക്കാൻ പോകുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ പ്രാപിക്കാൻ ലഭിക്കാത്തവർക്ക് നാളെ രാത്രിയിൽ കർത്താവ് നൽകുമെന്ന് വിശ്വസിക്കുക. അടുത്ത ദിവസം പകൽ നടക്കുമെന്ന് വിശ്വസിക്കുക. അല്ല, നിങ്ങളുടെ സഭയിലാണ് നിങ്ങൾക്ക് അനുഗ്രഹമെങ്കിൽ അവിടെയും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. പാസ്റ്ററോട് ചേർന്ന് ഈ ദിവസങ്ങൾ കർത്താവ് തന്നതോർത്ത് ഒത്തിരി സന്തോഷിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് അവിടെ പാർക്കുന്നത് ഒത്തിരി ആനന്ദമായിരുന്നു. സാധാരണ ഇത്ര അടുത്ത് പരിചയമില്ലാത്ത പാസ്റ്റർ ഒരു വലിയ യോഗത്തിൽ വിളിക്കാൻ സാധ്യത കുറവാണ്. പക്ഷേ ആത്മീയ യോഗത്താൽ വിളിച്ചു. അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. പാസ്റ്ററോട്, കർമ്മൽ IPC ചർച്ചിനോട് എൻ്റെ ഒത്തിരി സ്നേഹം ഞാൻ അറിയിക്കുന്നു. ഇവിടെ കടന്നു വന്നത് എനിക്കൊരു അനുഗ്രഹമായി മടങ്ങിപ്പോകുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം. സയോൺ സിംഗേഴ്സിലെ പ്രിയപ്പെട്ട കുടുംബത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർമ്മൽ IPC ഫാമിലിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ഞാൻ വന്ദനം അറിയിക്കുന്നു. ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുന്നെങ്കിലും എൻ്റെ കയ്യിലൊരു പാത്രവും ഒരു തുവർത്തവുമുണ്ട്. അങ്ങനെയാണ് ഇന്ന് രാത്രിയിൽ ഞാൻ ഇവിടെ നിൽക്കുന്നത്. കർത്താവ് ഇന്ന് രാത്രിയിൽ എന്നോട് സംസാരിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് രാത്രി കർത്താവിനെ തൊടുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് രാത്രി കർത്താവിന് സംസാരിപ്പാൻ ഒരു ശബ്ദമുണ്ടെങ്കിൽ എൻ്റെ അകത്തെ ചെവികളെ ഞാൻ തുറക്കുകയാണ്. ഇന്ന് രാത്രിയിൽ എൻ്റെ കർത്താവിന് എന്നെ തൊടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് തൊട്ടനുഭവിച്ച് മടങ്ങിപ്പോകുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഓ ഹല്ലേലൂയ. എൻ്റെ മനസ്സിൽ ഈ യോഗങ്ങൾ പ്രസംഗിക്കാൻ ഒരു സെറ്റ് പാറ്റേൺ ഉണ്ടായിരുന്നു. എൻ്റെ മനസ്സിലൊരു ചിന്തകൾ ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ രാത്രി അത് തകിടം മറിഞ്ഞു. കർത്താവിൻ്റെ ദാസനെ ഒരു സാക്ഷി പറഞ്ഞു, സാക്ഷി കേട്ടു.